പോക്കോയുടെ പോക്കോ X3 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പോക്കോ X3 Pro എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പോക്കോ X3 Proയിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഈ ഫോണിൽ AMOLED ഡിസ്പ്ലേ ഒന്നും കൊടുത്തിട്ടില്ല. IPS LCD പാനലാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ പഞ്ചോൾ ഡിസ്പ്ലേയുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പഞ്ചോൾ വരുന്നത് ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. പിന്നെ ഫോണിൻ്റെ ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ ഡൈനാമിക് സ്വിച്ച് എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതായത് ഫോണിൽ പ്ലേ ചെയ്യുന്ന കണ്ടൻസിനനുസരിച്ചിട്ട് ഫോണിൻ്റെ റിഫ്രഷ് റേറ്റ് 50 Hz, 60 Hz, 90 Hz അല്ലെങ്കിൽ 120 Hz ആയിട്ട് അഡ്ജസ്റ്റ് ആവും. പിന്നെ ഈ ഫോണിൽ 240 Hz ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 6 പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഗൊറില്ല ഗ്ലാസ് 6 പ്രൊട്ടക്ഷൻ ഒന്നും നമുക്ക് ലഭിക്കാറില്ല. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ സർക്കുലർ ഡിസൈനുള്ള ക്യാമറ മോഡ്യൂളാണ് വരുന്നത്. പോക്കോ X3 എന്ന ഫോണിലേതുപോലുള്ള ഒരു ഡിസൈൻ തന്നെയാണ് ഈ ഫോണിലും വരുന്നത്. പിന്നെ ഈ ഫോണിൻ്റെ 3 കളർ വേരിയൻസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഫാൻറ്റം ബ്ലാക്ക്, ഫ്രോസ്റ്റ് ബ്ലൂ, പിന്നെ മെറ്റൽ ബ്രോൺസ്. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 860 എന്ന പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ഇത് സ്നാപ്ഡ്രാഗൺ 855+ എന്ന പ്രോസസ്സറിൻ്റെ ഒരു അപ്ഗ്രേഡഡ് വെർഷനാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് ബെസ്റ്റ് പ്രോസസ്സർ എന്നൊക്കെ പറയാൻ പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ വരുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ 5G സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇത് 4G ഫോണായിരിക്കും. പിന്നെ ഈ ഫോണിൻ്റെ 6GB RAM 128GB ഇൻറ്റേർണൽ വെർഷനും അതുപോലെ 8GB RAM 256GB ഇൻറ്റേർണൽ വെർഷനും വരുന്നുണ്ട്. LPDDR4X റാമാണ് ഈ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ ഫോണിൽ UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ ഹൈബ്രിഡ് സിം സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ഫോണിൽ നമുക്ക് 1TB വരെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഈ ഫോണിൽ ഫോൺ പെട്ടെന്ന് ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ലിക്വിഡ് കൂൾ ടെക്നോളജി 1.0+ എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൽ Z ആക്സിസ് ലീനിയർ മോട്ടർ വരുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള വൈബ്രേഷൻ എഫക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ ഫോണിൽ IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ NFC വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നുണ്ട്. ഹൈറസ് ഓഡിയോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് 11 ബേസ് ചെയ്തിട്ടുള്ള MIUI 12 സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ 4 ക്യാമറ സെൻസേഴ്സാണ് വരുന്നത്. 48 മെഗാപിക്സലിൻ്റെ f1.79 അപ്പേഴ്സിൽ വരുന്ന മെയിൻ സെൻസറാണ് വരുന്നത്. ഇത് സോണി IMX582 സെൻസറാണ്. പിന്നെ 8 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 119 ഡിഗ്രിയാണ്. പിന്നെ 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസറും അതുപോലെ 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസും വരുന്നുണ്ട്. ലോ ലൈറ്റ് പെർഫോമൻസ് ഒക്കെ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നൈറ്റ് മോഡ് പോലുള്ള ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീഡിയോ ക്ലോണ്, ഡ്യുവൽ മോഡ് ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ ഈ ഫോണിൻ്റെ ക്യാമറയിൽ വരുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 20 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. സെൽഫി ക്യാമറയിലും ലോ ലൈറ്റ് പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് നൈറ്റ് മോഡ് എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ 5160 mAh ബാറ്ററിയാണ് വരുന്നത്. 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോണിൻ്റെ ബോക്സിൽ തന്നെ 33 വാട്ടിൻ്റെ ചാർജറും കൊടുത്തിട്ടുണ്ട്. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ ഈ ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ ഫോൺ യൂറോപ്യൻ കൺട്രീസിലാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വിലയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ 6GB RAM 128GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് €249 ആണ്. അതായത് ഏകദേശം 21,400 രൂപ. പിന്നെ ഇനീഷ്യൽ ഓഫറായിട്ട് ഈ ഫോൺ €199 ലഭിക്കും. അതായത് ഏകദേശം 17,100 രൂപയ്ക്ക്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ നല്ലൊരു ഡീൽ തന്നെയാണ്. പിന്നെ ഈ ഫോണിൻ്റെ 8GB RAM 256GB ഇൻറ്റേർണൽ വെർഷൻ്റെ വില വരുന്നത് €299 ആണ്. അതായത് ഏകദേശം 25,700 രൂപ. പിന്നെ ഇനീഷ്യൽ ഓഫറിൽ ഈ ഫോൺ €249 ലഭിക്കുന്നുണ്ട്. അതായത് ഏകദേശം 21,400 രൂപ. പിന്നെ ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഈ ഫോണിൻ്റെ ഇന്ത്യയിലെ ലോഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ അധികമൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല. മാർച്ച് 30 ഈ ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 17,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ വളരെ മികച്ച ഫീച്ചേഴ്സുമായിട്ട് തന്നെയാണ് പോക്കോ X3 Pro എന്ന ഫോൺ വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഫോൺ എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. പിന്നെ ഇന്ത്യയിൽ ഇത് പ്രൈസ് റേഞ്ചിൽ വരുന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും 20,000 രൂപയ്ക്ക് താഴെ ആയിരിക്കാനാണ് സാധ്യത. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.